കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ മജ്ബൂസ് ഉണ്ടാക്കി. അപ്പോൾ ഈ ആഴ്ച എന്താ ഉപദേശിക്കുന്നത്? എന്നറിയണ കുറേ കൂട്ടുകാരന്മാരെ മൊബൈലിൽ വിളിച്ച് പറയണത് ഞങ്ങൾക്ക് മജ്ബൂസ് കഴിക്കാൻ കുഴപ്പമില്ല, പക്ഷെ ബിരിയാണി ഉണ്ടാക്കണമെന്ന് കാണിച്ചായോ, കൊളസ്ട്രോൾ അതൊന്നും കുഴപ്പമില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താ കുഴപ്പം, ഉണ്ടാക്കി കാണിച്ചു കൊടുക്കുക ഈ ആഴ്ചയിൽ. അപ്പോൾ എന്താ അതിന് വേണ്ടി ഞങ്ങൾ അത്യാവശ്യമുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്ത് വെച്ച്, ഇനി അതിലേക്ക് അത്യാവശ്യമുള്ള ഉള്ളി വറക്കണം. അത് വറുത്ത് മാറ്റി വെച്ച ശേഷം അടുത്ത വിശേഷങ്ങൾ പറയാം. ഇതിപ്പോൾ ഞങ്ങൾ ഇന്ന് ബിരിയാണിയിലേക്ക് സലാഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഉള്ളി, ക്യാരറ്റ്, കുക്കുംബർ, പച്ചമുളക് എല്ലാം വെട്ടി റെഡിയാക്കി സുർക്ക ഒഴിച്ചിട്ടുണ്ട് കുറച്ച്. ഇനി ഇതിൽ പുളി വരാൻ വേണ്ടി ചിലപ്പോൾ കുറച്ചും കൂടി സുർക്ക ഒഴിക്കും. അതിപ്പോൾ നോക്കിയിട്ടില്ല, സെറ്റ് ആവട്ടെ ആദ്യം. ഇപ്പൊ നമ്മൾ എന്തായാലും ബിരിയാണിക്കുള്ള മസാലയാണ് ഉണ്ടാക്കുന്നത്. ഈ മസാലയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: കുറച്ച് നെയ്യ് ഒഴിക്കണം, 1 ടീസ്പൂണ്. പിന്നെ ചോറിലേക്ക് മസാലയ്ക്ക് വേണ്ടി മാറ്റി ചില ഇതാണ് കറുകപ്പട്ട, കറുകപ്പട്ട ഇല, അതേമാതിരി കറുകപ്പട്ട, കുരുമുളക്, ജാതിക്ക എല്ലാം മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള സാധനം ചിക്കൻ ബിരിയാണി മസാല, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്, പിന്നെ അതിൽ ഗരം മസാല, പിന്നെ അതിൻ്റെ മഞ്ഞൾപ്പൊടി, ഇങ്ങനെ ഈ ഐറ്റംസ് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം നമ്മൾ ഉള്ളി വാട്ടി എല്ലാം റെഡി ആയതിനു ശേഷം നമ്മൾ ഇനി വീണ്ടും പറയണമെന്ന്. അതിനാണെങ്കിൽ ചോറ് ഉണ്ടാക്കുന്നുണ്ട്. ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട്. 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം വെച്ചിട്ട്, 5 ഗ്ലാസ് ഉണ്ടാക്കുന്നത് 7.5 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. 7.5 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. വീണ്ടും പോരാത്തവർക്ക് വീണ്ടും തിളപ്പിച്ച് ഒഴിക്കാം. ഓക്കെ. അപ്പം അങ്ങനെ അരി പലവിധ വേവിലാണ് അരി കിട്ടുക. അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കുന്ന ജീരകശാല തന്നെയാണ്. ജീരകശാല അരി ഉണ്ടാക്കണം. അതിന് 7 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ അരി കഴുകി വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് മുമ്പ് അരി കഴുകി വെക്കണം. ഓക്കെ. ഇതുണ്ടാക്കിയിട്ടുണ്ട് ബാസ്മതി റൈസ്, ജീരകശാല അല്ല, ബാസ്മതി റൈസ്. ഓക്കെ. ഇപ്പോൾ നമ്മൾ ഇതിൽ ഗരം മസാല, പിന്നെ അതുകൂടാതെ കറുകപ്പട്ട, കുരുമുളക്, ജാതിക്ക എല്ലാം ഇട്ട് ഒന്ന് ഇളക്കി 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ മസാല ഉണ്ടാക്കിയതിന് ശേഷം, ഉള്ളി ഒന്ന് വാടിയതിന് ശേഷം നമ്മൾ ഇത് മസാല ഇട്ടതിന് ശേഷം ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ട്. ആ ചിക്കൻ ഇട്ടു ചോറുണ്ടാക്കണം. ചോറിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഒരു 1.5 ടീസ്പൂൺ ഉപ്പ് ഇടുക. ഓക്കെ. വെള്ളമൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞുള്ളതാണ്. ഇനി വെള്ളമൊക്കെ തിളച്ച് സെറ്റ് ആയതിനു ശേഷം നമ്മൾ അരി ഇടും. നമ്മൾ ആവശ്യത്തിന് ഉള്ളിയൊക്കെ വാടിയിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഗരം മസാല കുറച്ച് ഇടുന്നുണ്ട്. 1.5 ടീസ്പൂണ് ഗരം മസാല. അത് കഴിഞ്ഞ് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ്. ചിക്കൻ മസാല ഒരു 1.5 ടീസ്പൂൺ ഇടാം. ഓക്കെ. ചിക്കൻ മസാല, ബിരിയാണി മസാല. ഓക്കെ. ഇനി തക്കാളി ഇടും. തക്കാളി മസാല റെഡിയായി. തക്കാളി ഇടും. തക്കാളി ആഡ് ചെയ്യുക. ഒരു 1/2 കിലോ തക്കാളി എടുക്കുക. ഓക്കെ. നമ്മൾ ആദ്യം വീട്ടിൽ കാണിക്കാൻ മറന്ന ഇത്ര തക്കാളി എന്നുള്ളത്. അപ്പോൾ 1/2 കിലോ തക്കാളി. ഒരാൾ നിർബന്ധമായിട്ട് പറഞ്ഞാണ് കൊളസ്ട്രോൾ ഉണ്ടാക്കിയാൽ കുഴപ്പമില്ല, ബിരിയാണി ഉണ്ടാക്കി കാണിച്ചു തരാൻ പറഞ്ഞു. ഓക്കെ. നമുക്ക് അതേമാതിരി ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഇത് ആയി വരുന്നുണ്ട്. ഇപ്പോൾ ഒന്ന് മൂടിയൊക്കെ ഒരു 5 മിനിറ്റ് തക്കാളിയൊക്കെ ഒന്ന് വാടാൻ വേണ്ടി മൂടിയൊക്കെ ഉണ്ട്. ഇനി ബിരിയാണി ആയതുകൊണ്ട് ഞങ്ങൾ ചെയ്യണത് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചതച്ചത് കുറച്ച് ഇട്ടിട്ടുള്ളൂ. ഇപ്പം നമ്മൾ തിളച്ച വെള്ളത്തിൽ കറുകപ്പട്ട, പിന്നെ മറ്റേ കുരുമുളക്, അങ്ങനെ വേണ്ട ആവശ്യമുള്ള ഗരം മസാല കംപ്ലീറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ അരി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ആ അരി ഇപ്പോൾ ഇടുന്നുണ്ട്. 5 ഗ്ലാസ് അരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 5 ഗ്ലാസ്സിന് ആവശ്യമുള്ള വെള്ളം ഒരു 10 ഗ്ലാസ് വെച്ചിട്ടുണ്ട്. കാരണം ഈ അരി കുറച്ച് വേവ് കൂടുതലാണ്, അതുകൊണ്ട്. ഓക്കെ. അപ്പം ഇനി ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇത് പോകും. ഇപ്പോൾ നമ്മൾ മസാല ഉണ്ടാക്കി തക്കാളി ഇട്ട്, തക്കാളിയൊക്കെ വാടി അതിൻ്റെ ശേഷം ഞങ്ങൾ ഇപ്രാവശ്യം ചെയ്യണത് ഇഞ്ചി പച്ചമുളക് ലാസ്റ്റ് ഇടും. ലാസ്റ്റ് ഒന്ന് ഉദ്ദേശിക്കുന്നത് മസാല തക്കാളി വാടിയതിന് ശേഷം.
അതൊക്കെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇന്നൊരു 5 മിനിറ്റ് ഈ മസാല ഒന്ന് വേവാൻ വേണ്ടി, ഇഞ്ചി പച്ചമുളക് പച്ച മസാല വേവാൻ വേണ്ടി കുറച്ച് വെയിറ്റ് ചെയ്യണം. ഓക്കെ, 5 മിനിറ്റ്. ആൾക്കാർ ചോറിലേക്ക് കുറച്ച് പുളിക്ക് വേണ്ടിയിട്ട് ചെറുനാരങ്ങ പിഴിഞ്ഞ് കൊടുക്കാറുണ്ട്. അപ്പം ഞങ്ങൾ ഇന്ന് ഒരു ചെറുനാരങ്ങ പിഴിയണുണ്ടെങ്കിൽ ഇത് ആവശ്യക്കാർ ചെയ്യുക, ഇനി ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പം നമ്മൾ ഉള്ളി വാട്ടി തക്കാളി ഇട്ട് അതിലേക്കൂടി കുറച്ച് മസാല ആവശ്യമുള്ളതൊക്കെ നമ്മൾ ആദ്യം ഇട്ടിട്ടുണ്ട്. ഉപ്പ്, പിന്നെ ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഇത്രയും മസാല ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ചിക്കനിൽ ചെയ്തിട്ടുള്ളത് എൻ്റെ ഐഡിയയിൽ ഇതാണ്. കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും നമ്മൾ ഇതിൽ പരട്ടി വെച്ചിട്ടുണ്ട്. മസാല ഉണ്ടാക്കില്ല നമ്മൾ, അതേമാതിരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൽ മുളക് പൊടി മാത്രമില്ല, ഇട്ടത് മാത്രം പറയണത് ഉപ്പും മഞ്ഞൾപ്പൊടി മാത്രം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം കോഴിമ ഉപ്പ് പിടിച്ചോട്ടാൻ വെച്ചിട്ട് എൻ്റെ ഐഡിയയിൽ ഞാൻ ചെയ്തതാണ്. അത് ചെയ്ത് നോക്കുകയാണ്. ഇട്ടുണ്ട്. ഓക്കെ, ചിക്കനിലിട്ടുണ്ട്. ഇനി നല്ലോണം ഇളക്കി ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ 1-2 സഹായികളൊക്കെ ഉണ്ട് കേട്ടോ. കട്ടിങ്ങിനും കാര്യങ്ങൾക്കും ഹെൽപ്പിനൊക്കെ ആയിട്ട് നമ്മളെ റൂമിൽ എല്ലാവരും നല്ല എൻജോയ് ചെയ്യണം. പല നാട്ടുകാരാണ്, അതൊന്നും ഇവിടെ പ്രശ്നമില്ല. നമ്മൾ ഒരേ വഴിക്ക് എല്ലാവരും സഹകരിച്ച് സന്തോഷമായിട്ട് ജീവിച്ചു പോകണം. അപ്പോൾ നല്ലോണം ഇളക്കി ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറക്കുള്ളൂ. ഓക്കെ, കൂടി വെക്കണേ. ഇനി ഒരു 10-15 മിനിറ്റ് തുറക്കുള്ളൂ. ഇതിപ്പോൾ ചോറ് നമ്മൾ നേരത്തെ ഉണ്ടാക്കണത് കാണിച്ചെന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാണ് ബാസ്മതി റൈസാണ് ഉണ്ടാക്കണത്. അപ്പോൾ ഇത് ആവശ്യത്തിന് വെള്ളമൊക്കെ വെച്ച് കറക്റ്റായിട്ട് വെന്ത് 3/4 ഭാഗം വെന്തുണ്ട്. പിന്നെ ഒരു 5 മിനിറ്റ് മാത്രം ഇതിൽ വെച്ചതിന് ശേഷം അപ്പോഴേക്ക് ഈ മസാല റെഡിയാവും. ഈ മസാലയിലേക്ക് ഇടും. അപ്പോൾ ബിരിയാണി ഞാൻ ഫിനിഷിങ്ങിൽ കാണിച്ചു തരുന്നുണ്ട് എങ്ങനെ ഉണ്ടാക്കണം. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ ഇരിക്കണം, പക്ഷെ എല്ലാവർക്കും അറിയണ കാര്യമാണ്. ഇതൊന്നും നമ്മൾ പുതിയതിൽ ഉണ്ടാക്കുകയല്ല, നമ്മൾ അറിവ് പങ്കുവെച്ചെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ചോറ് ദമ്മിട്ടുണ്ടായിരുന്നു, അതായത് വെവിച്ചൊക്കെയുണ്ട്, അത് റെഡിയാണ്. ഇതൊക്കെ ഓക്കെയായി. ഞാൻ നാട്ടിൽ തന്നെ ചെക്ക് ചെയ്യുക, അടി പിടിച്ചിട്ടില്ല, ഇതൊക്കെ കറക്റ്റാണ്. ഒരു 3/4 ഭാഗം എന്തുണ്ട്. ഓക്കെ, ഇതൊന്നുകൂടി മൂടിയൊക്കെ ഉണ്ട്. അതിൻ്റെ കൂടെ മസാല റെഡി ആയിക്കൊണ്ടിരിക്കണം. നമ്മൾ നേരത്തെ കോഴിട്ടായിരുന്നതാണ്, ആ കോഴിട്ടായിരുന്നത് റെഡി ആയിക്കൊണ്ടിരിക്കണം. നമ്മൾ ഒന്നുകൂടി നല്ലോണം ഇളക്കി കൊടുക്കുക. നല്ലോണം ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഉപ്പ് പാകത്തിന് നോക്കിയതിന് ശേഷം മാത്രം ഒന്നുകൂടി മൂടി വെക്കുക. ചിലവർക്ക് ഉപ്പ് കുറവ് വേണം, ചിലവർക്ക് ഉപ്പ് കൂടുതൽ വേണം. ഇപ്പോൾ ഇത് അങ്ങനെ മേടിച്ചുള്ളത് 3 കിലോ കോഴിയാണ്, 10 ആൾക്ക് 5 ഗ്ലാസ് അരി. അപ്പം ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കി കാണിച്ചു തരാൻ കുറേ കൂട്ടുകാരന്മാർ ഇങ്ങനെ പേഴ്സണൽ ഫോണിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഒന്നുകൂടി ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കണം. ബിരിയാണി ഞങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞാണ്. അപ്പോൾ ഒന്നുകൂടി ഉണ്ടാക്കി കാണിക്കാൻ പറഞ്ഞിട്ടാണ് കുറേ കൂട്ടുകാരന്മാർ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഒന്നുകൂടി ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് കണക്കിരുന്ന് പോകട്ടെ, കോഴി ഒന്ന് മസാല പിടിക്കട്ടെ. ഓക്കെ, അപ്പം തുറക്കുമ്പോൾ എല്ലാവരും സൂക്ഷിക്കേണ്ടതെന്നറിയോ, ഒരിക്കലും മൂടി ഇങ്ങനെ ഫ്രണ്ടിലേക്ക് തുറക്കരുത്, ഇങ്ങനെ സൈഡിലേക്ക് തുറക്കുക. കാരണം ആവി കയ്യുമ്മലേക്ക് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇതിൽ തൈര് ഇടുന്നുണ്ട്. ഒരു 2 ടീസ്പൂൺ തൈര്, 3 ടീസ്പൂൺ തൈര് ഇടുക. ഒരു പുളിക്ക് വേണ്ടിയിട്ടാണ്. 3 ടീസ്പൂണോ 4 ടീസ്പൂണോ തൈര് ഇടുക. 10 ആൾക്ക് ഉണ്ടാക്കുന്ന ബിരിയാണിയിൽ 4 ടീസ്പൂൺ ആയാലും കുഴപ്പമില്ല. ഒരു 150-200 ഗ്രാം. ഓക്കെ, നല്ലോണം മിക്സ് ആക്കുക. ഒരു പുളിയും കൂടി ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് നല്ലോണം ഇളക്കി ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇനി തുറക്കുള്ളൂ. പുളിയൊക്കെ ഒന്ന് കുടിക്കട്ടെ. ബിരിയാണി മസാല റെഡി ആയി തുടങ്ങി. ഇന്ന് ഞങ്ങൾ ബിരിയാണി കോഴി പൊരിച്ചിട്ടൊന്നുമില്ല, ദമ്മ് ബിരിയാണിയാണ്. ദമ്മ് ബിരിയാണി. അപ്പോൾ ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കി ഫിനിഷിങ് ആക്കി കാണിക്കാൻ വേണ്ടിയാണ് ചെയ്യണത്. പിന്നെ കോഴി മസാല ഒക്കെ ഉണ്ടാക്കി വെച്ച് സെക്കൻഡ് സ്റ്റേജിലേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ച് മാറ്റി വെച്ച്. പിന്നെ ചോറ് ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളി വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് മേലെ ഇടാൻ വേണ്ടി മല്ലിച്ചപ്പ് പുതിനൊക്കെ വെട്ടി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ തുടക്കം. എല്ലാവർക്കും അറിയാത്ത കാര്യമാണോ, വെറുതെ അറിയാണ്ട് ആർക്കും പറയണതല്ല, നമുക്കറിയണ കാര്യം അറിവ് പറഞ്ഞു തന്നാണ്. ഓക്കെ, കുറച്ച് നെയ്യിട്ട് ആദ്യം. പിന്നെ അതുകൂടാതെ ഈ കറി ഒഴിച്ച് ഫുള്ളായിട്ട്
ഈ കറി 2 കറി ഒന്നല്ല, കാരണം ഇതിൽ നിന്ന് കുറച്ച് മാറ്റിച്ചെന്നുള്ളൂ, എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ നല്ല ഇളക്കി കൊടുക്കുക. തീ കത്തിച്ചിട്ടുണ്ട് കുറച്ച്. ഓക്കെ, ദമ്മിടുന്ന പരിപാടിക്കാണ് ചെയ്യണത്. ഓക്കെ, മസാല കുറച്ചിടുന്നുണ്ട്. പിന്നെ ബിരിയാണി മസാല ഏകദേശം 1 ടീസ്പൂൺ. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഉണ്ടാക്കി വെച്ച വേവിച്ച് വെച്ച ചോറ് ഇടുക. കുറച്ച് ടൈം എടുക്കും. ഞങ്ങളിപ്പോൾ ഉണ്ടാക്കുന്നത് സെക്കൻഡ് ട്രിപ്പാണ് മസാല ഇടുന്നത്. അതായത് ബിരിയാണി മസാല ആദ്യം ഇട്ട്, പിന്നെ അത് കുറച്ച് ചോറിട്ട്, ഓക്കെ, ഇനി കുറച്ച് മല്ലിച്ചപ്പ് പുതിന മേലെ അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാവരും ചെയ്യണമെന്ന് നമുക്കറിയാം, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത് കേട്ടോ. ഞാൻ അറിയണവർ ഇങ്ങനെ പൊങ്കാലിടുന്ന പറയണ്ട, ഓക്കെ, അറിയാത്തവർക്ക് വേണ്ടിയിട്ട്. അതിനുശേഷം കുറച്ച് വറവിടുന്നുണ്ട്. ഉള്ളി വറുത്തത്, പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തുണ്ടായിരുന്നു, അതൊക്കെ ഇടുന്നുണ്ട്. ഓക്കെ, വീണ്ടും വീണ്ടും പറയണത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ നാട്ടിൽ കുറേ ആൾക്കാരുണ്ട് ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരെന്ന് അറിയാം. നമ്മൾ പ്രവാസികൾ പാവങ്ങളല്ലേ, അപ്പോൾ അവരുണ്ടാക്കുന്ന ഫുഡാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇപ്പം നമ്മൾ ഫസ്റ്റ് എടുപ്പ് മസാല ഇട്ട് വേവിച്ച ചിക്കൻ മസാല ഇട്ട്, അതിൽ വീണ്ടും സെക്കൻഡ് ട്രിപ്പിൽ ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അതുകൊണ്ട് ഒന്നും ഇട്ടില്ല. ഒന്നിട്ട് കഴിഞ്ഞാൽ എല്ലാ മസാലയും ടേസ്റ്റ് പിടിക്കില്ല, എല്ലാ ചോറിലൊക്കെ മസാല ഇളകില്ല. അപ്പോൾ വീണ്ടും സെക്കൻഡ് ട്രിപ്പിൽ പീസൊക്കെ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതിപ്പോൾ ഇട്ടുകൊണ്ടിരിക്കണം. അപ്പോൾ ആവശ്യക്കാർക്ക് സെൻറ്റർ ഇളക്കണ്ട, ഒരു സൈഡിൽ നിന്ന് എടുക്കാൻ പറ്റും. സെൻറ്റർ ഇളക്കി കഴിഞ്ഞാൽ പിന്നെ രാത്രിക്ക് ഇരിക്കില്ല, അല്ലെങ്കിൽ നാളേക്ക് വേണമെന്നാണ് നാളേക്ക് ഇരിക്കില്ല, അതൊക്കെ കേട് വരും. അപ്പോൾ കയ്യിലിട്ട് പരമാവധി ഇളക്കാതെ ഒരു സൈഡിൽ നിന്ന് മാത്രം എടുക്കണം ഭക്ഷണം കഴിയുമ്പോൾ. ഓക്കെ, നമ്മൾ റെഡിയാണ്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ട്രിപ്പിലെ മസാല ഒക്കെ ഇട്ട്, ഇനി കുറച്ച് ചോറ് ബാക്കിയുണ്ട്, അത് മേലെ ഇടണുണ്ട്. ഇനി ലാസ്റ്റ് ഫിനിഷിംഗ് ആണ്. ഫിനിഷിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇനി ഇതിൽ കുറച്ച് വറുത്ത് വെച്ച മസാലകൾ കുറച്ച് ബാക്കിയുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇത് വറുത്ത് വെച്ച മസാലകളൊക്കെ ബാക്കിയുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ഇടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് മല്ലിച്ചപ്പ് പുതിന അരി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഇടുക. ഇതാ ഫിനിഷിംഗ് ആണത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ സ്മെല്ല് കൊളസ്ട്രോൾ ഒപ്പില്ല എന്ന് പറഞ്ഞ ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് സൈഡ് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. നമ്മുടെ സഹായികളൊക്കെ ഉണ്ട്, നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ കുറേ ആൾക്കാരുണ്ട്. അവരെ പേരൊക്കെ ഞാൻ അടുത്ത ആഴ്ച വീഡിയോയിൽ പറയാം, അടുത്ത നാട്ടുകാരെ പരിചയപ്പെടുത്താം. ഇപ്പം നമ്മളെ റൂമിൽ കട്ട സപ്പോർട്ടൊന്നും അല്ലാതെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അവരൊക്കെ എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കാൻ അറിയാം. അവരെന്നാലും എന്നെ കൊണ്ട് ഉണ്ടാക്കിക്കാണ്. അപ്പോൾ കുറച്ച് നെയ്യൊക്കെ ഇടുക. കുറച്ച് വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ്, ഉള്ളി, മുന്തിരി എല്ലാം മിക്സാക്കിയാണ് ഇടുക. സ്മെല്ല് കിട്ടും. ഓക്കെ, അപ്പോൾ അടിയിൽ ഞങ്ങൾ 5 മിനിറ്റ് തീയൊക്കെ കത്തിക്കും. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ദമ്മിടും. അതിന് ശേഷം നമ്മൾ റിസൾട്ട് പറയും കഴിച്ചതിൻ്റെ ശേഷം. ഓക്കെ, കുറച്ച് മറന്നു നെക്സ്റ്റ് നമ്മൾ ഉണ്ടാക്കി വെച്ച ദമ്മിട്ട ബിരിയാണി ഒന്നുകൂടി തുറക്കണം. തുറന്നതിന് ശേഷം കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ തുറക്കുമ്പോൾ എപ്പോഴും ഇങ്ങോട്ട് തുറക്കരുത്, അല്ലവണക്കോയിൽ മൂത്തേക്ക് ആവി അടിക്കുക. അപ്പം ഇങ്ങനെ ടച്ച് ചെയ്യുക, ഇങ്ങനെ ഫ്രൈ ചെയ്യുക. ഓക്കെ, കുറച്ച് ഗീ കൂടി ഒഴിച്ചു കൊടുത്താൽ നല്ലതാണ്, ടേസ്റ്റ് സ്മെല്ലും കിട്ടും. ഓക്കെ, നമ്മൾ ഫിനിഷ് ആക്കി വെച്ചാണ്. ഇനി മേലെ ദമ്മിടുള്ളൂ, അലമുളഫയിൽ വെച്ചിട്ടുണ്ട്, അടച്ച്. ഓക്കെ, ഇനി ഒരു 10 മിനിറ്റ് തിളപ്പിച്ച വെള്ളം വെക്കും. അപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞ് ബിരിയാണി ഉണ്ടാക്കി കാണിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടായി, അതുകൊണ്ട് കാണിച്ചാണ്. അതുകൊണ്ട് ഞങ്ങൾ മജബൂസ് ഉണ്ടാക്കണ ആഴ്ചയായിരുന്നു അന്ന്. ബിരിയാണി ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ എൻ്റെ ഗ്രൂപ്പിലുള്ള ആൾക്കാർ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിരിയാണി ഉണ്ടാക്കി കാണിച്ചു തരാൻ. ആ ഗ്രൂപ്പ് ഏതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞു. ഇനി തിളച്ച വെള്ളം ഇതിൻ്റെ മേലെ വെക്കുന്നുണ്ട്. ഇനി ഒരു 10-15 മിനിറ്റ് ഇരുന്നാൽ സെറ്റാവും. ഓക്കെ, നമ്മൾ ബിരിയാണി റെഡിയാണ്. അപ്പോൾ ഓപ്പൺ ആക്കണം. ചൂടുവെള്ളം തിളപ്പിച്ച ശേഷം കിടന്ന് അതൊക്കെ എടുത്ത്
ഇനി വീണ്ടും ഓപ്പൺ ആക്കണം. അപ്പോൾ ഓപ്പൺ ആക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ ഓപ്പൺ ആക്കാതിരിക്കുക, ഇവിടെ നിന്ന് ഓപ്പൺ ആക്കുക, കൈമ ആവി കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതാണ് ഓപ്പൺ ആക്കി. ഓക്കെ, അടിപൊളിയാണ്, ചൂടൊക്കെ ഉണ്ട്. ഇപ്പൊ ഞാൻ ബാക്കി കഴിച്ചതിന് ശേഷം പറയാം. ബിരിയാണി ഒക്കെ സെറ്റാണ്. നോക്ക്, ബിരിയാണി സെറ്റാണ്. ഒരാൾക്ക് നമ്മൾ വിളമ്പി കൊടുക്കുന്നുണ്ട്. ഇതിലേക്കുള്ള സലാഡ്, അച്ചാറ് ഒക്കെ എടുത്തോ ബിബിൻ? ഒക്കെ റെഡി അല്ലേ? ഒക്കെ എടുത്തോ. നോക്കാം.